Yes, we shall start now. Okay, Muhammad K, please on your video or audio, both are off. Okay, audio no need, video enough. Okay. Okay, then Abel, I think Abel has not yet joined. Still, I think net problem is there. It's, connecting to audio. Okay, now we are going to start the new lesson about food and health. See here, different groups of food. Means here some foods photos are given. Can you classify these food items? ഇത് നാലായിട്ട് തിരിച്ചിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്തെങ്കിലും വിധത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? മുഹമ്മദ് എവിടെയാ പുസ്തകത്തിൽ നോക്ക്, നീ മേളിലോട്ട് നോക്കിയിരിക്കുന്നേ. Have you kept the test book on the roof of the house? Okay. Now see in that picture, 4 sections are there. Can you say on which they have, on the basis of what they have divided those things? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അയ്യോ സായി കൃഷ്ണ, turn this side. Let me see your head. What is there on your head? What is that, man? Unmute and say what is it? Huh? When? Oh, എന്നിട്ടോ? How many? 3. Oh. Is it paining? Is it? Okay. Take care. ശ്രദ്ധിക്കുക, എന്നിട്ട് തലയിൽ നനയ്ക്കാതെ ശ്രദ്ധിക്കുക കേട്ടോ. Do you have head pain? Headache, തലവേദനയായിട്ടുണ്ടോ? ഇല്ല. ഡീപ്പ് ഇഞ്ചുറി ആണോ? അതെയോ മീൻസ് ഉള്ളിലായിട്ടുള്ള മുറിവാണോ, അല്ലാതെ 3 stitches ഒക്കെ വന്നേ? ചെറിയ മുറിവ്. അതെയാ, വലുതാക്കാൻ വേണ്ടിയാണ് പിന്നെ അത്രയും വലിയ 3 stitches ഒക്കെ ഇട്ടേ. ഓക്കെ, ടേക്ക് കെയർ. ഓക്കെ, തെന്നി വീണതായിരിക്കും അല്ലേ? സാരില്ല കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസറിന്റെ കാര്യം ആദ്യം പറഞ്ഞായിരുന്നു. ആരാ പറഞ്ഞ ആള്? ക്വസ്റ്റ്യൻ ആൻസറിന്റെ കാര്യം ചോദിച്ച ആളാരാണ്? മുഹമ്മദ് അന്നേരം ആദ്യമേ ഞാൻ അഡ്മിറ്റ് ചെയ്ത സമയത്തെ മുതലേ ഉള്ള ആളാണ്. അപ്പൊ ഞാൻ പറഞ്ഞതല്ലായിരുന്നോ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ നാളെയോ നാളെ കഴിഞ്ഞോ ഇട്ട് തരും എന്ന്? ഓക്കെ, ഓൾ ഓഫ് യു മ്യൂട്ട്. ഞാൻ ചോദിച്ചതിന്റെ ആൻസർ ആരും പറഞ്ഞില്ല. ഈ ഇവിടെ തന്നിരിക്കുന്ന ഫുഡ് ഐറ്റംസ് ഏത് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ എന്ന് ചോദിച്ചു. ആർക്കെങ്കിലും അറിയാവോ? ഓക്കെ, മുഹമ്മദ് പറഞ്ഞോ. മോനെ ഒച്ചത്തി പറഞ്ഞോ. സൗണ്ട് ഇല്ല മോനെ, ഫോണിന് സൗണ്ട് കുറവാണോ? ഓക്കെ, മ്യൂട്ട്. ഒന്നും കേൾക്കുന്നില്ല, വെറുതെ നമുക്ക് സമയം കളയാനില്ല കേട്ടോ. See here, all of you mute yourself. ഇനി ഞാൻ പറയാതെ ആരും അൺമ്യൂട്ട് ചെയ്യണ്ട. മുഹമ്മദ് കെ, പ്ലീസ് മ്യൂട്ട്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ 1/2 മണിക്കൂർ കഴിഞ്ഞല്ലേ നിങ്ങൾ പറയുന്നത്? അത്രയും നിങ്ങൾ ഈ തട്ടിമുട്ടി നിൽക്കുമ്പോൾ എത്ര സമയം പോകുന്നതെന്ന് അറിയാവോ? നിങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിൽ സഡൻലി യു ഹാവ് ടു ആൻസർ, അതർവൈസ് മിസ് ഐ ഡോണ്ട് നോ എന്ന് പറയണം. 10 മിനിറ്റ് 20 മിനിറ്റ് കഴിഞ്ഞിട്ടല്ല ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, സി ഹിയർ, പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ളത്, ഫാറ്റ് അടങ്ങിയിട്ടുള്ളത്, വിറ്റമിൻസ് അടങ്ങിയിട്ടുള്ളത്, ആ രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഫുഡ് ഐറ്റംസ്. ഓക്കെ, I think we have studied in other classes. Other classes means in science classes, we have to take food of different kinds of food. Means protein food, then fatty food. അങ്ങനെ എല്ലാ തരത്തിലുള്ള ഫുഡുകളും നമ്മൾ ഒരു തരത്തിലുള്ള മാത്രം പോരാ, എല്ലാ തരത്തിലുള്ള ഫുഡും നമ്മൾ കഴിക്കണമെന്ന്
എത്ര പറഞ്ഞാലും ക്ലാസ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മ്യൂട്ട് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടും കച്ചേരിയും നടത്തിക്കൊണ്ടിരിക്കും. നിങ്ങൾ ക്ലാസ്സിൽ കയറുന്ന സമയത്ത് തന്നെ നിങ്ങൾ മ്യൂട്ട് ചെയ്ത് വെക്കുക. പറഞ്ഞ കേട്ടോ? നിങ്ങൾ അറിയുന്നില്ല വീട്ടിലുള്ള മറ്റു സൗണ്ടുകൾ വരും. നിങ്ങൾ ചിലപ്പോൾ സൈലന്റ് ആയിരിക്കും, ബട്ട് വീട്ടിലുള്ള മറ്റു സൗണ്ടുകളെല്ലാം കൂടെ വന്നിട്ട് എത്ര ഡിസ്റ്റർബൻസ് എന്നറിയാമോ? അതുകൊണ്ട് ഇനി ആ ഒരു ക്ലാസ്സിൽ കയറി കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യണം, ഏത് ക്ലാസ്സിലാണേലും നിങ്ങൾ സൗണ്ട് നിങ്ങൾ തന്നെ സ്വയം അങ്ങോട്ട് മ്യൂട്ട് ചെയ്ത് വെക്കുക. പിന്നെ വീട്ടിലെ സൗണ്ടുകൾ എത്ര അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരത്തില്ല. ഓക്കെ? ശരി. നമുക്ക് എല്ലാ തരത്തിലുള്ള ഫുഡും വേണം, ഒരു തരത്തിലുള്ളത് മാത്രം പോരാ. കാരണം നമ്മൾ പഠിച്ചു വിറ്റമിൻസും പ്രോട്ടീൻസും അതുപോലെ ഫാറ്റ് അടങ്ങിയിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ഫുഡ് നമുക്ക് എല്ലാ ഇതിലും വേണം അല്ലേ? നമുക്കൊരു ചാർട്ടൊക്കെ നേരത്തെ നമ്മൾ പഠിച്ചില്ല. ദാറ്റ് ഈസ് ഇൻ 6th സ്റ്റാൻഡേർഡ്. നിങ്ങൾ ഇനി ഇപ്പോൾ 5th വെൻ യു ഗോ ടു ദ 6th സ്റ്റാൻഡേർഡ് യു ക്യാൻ സ്റ്റഡി മോർ അബൌട്ട് ദാറ്റ്. 6ാം ക്ലാസ്സിൽ എത്തുമ്പോൾ നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റും. നമുക്ക് വലിയൊരു ചാർട്ടൊക്കെ തന്നിട്ട് ഉണ്ട്, അതിനകത്ത് ഏതൊക്കെ ഐറ്റംസ് എന്തിനൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത്, നമ്മുടെ കണ്ണിന്റെ കാഴ്ചശക്തിക്ക് ഏത് തരം ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ ഓരോ വിറ്റമിൻസും ഏതിനൊക്കെ സഹായിക്കുന്നതെന്ന്, കാഴ്ചശക്തിക്ക് വേണ്ടതിനൊക്കെ അതും, പിന്നെ കേൾവിനെ സഹായിക്കുന്നത് വേറെയാണ്. നമ്മുടെ ലെഗിന്റെ കാലിന്റെയും കൈയുടെയും ഒക്കെ ബോൺസിന്റെയും മസിൽസിന്റെ ഒക്കെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്, ആ രീതിയിലുള്ള ഒരു ചാർട്ടൊക്കെ നിങ്ങൾക്ക് 6th സ്റ്റാൻഡേർഡിൽ എത്തുമ്പം ഇപ്പം നിങ്ങൾ കുറച്ചും കൂടി ചെറിയ കുട്ടികളായതുകൊണ്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, വി ഹാവ് ടു ഈറ്റ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫുഡ് ബിക്കോസ് ഇൻ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫുഡ് the amount of proteins, vitamins and all are different. എല്ലാം വ്യത്യസ്തങ്ങളാണ്. കാൽസ്യം ഉള്ളതിൽ ചിലപ്പോൾ അയൺ കാണില്ല, അയൺ ഉള്ളതിൽ ചിലപ്പോൾ. ആഗ്മയ, നീ അവിടെ ഇവിടെ ക്ലിക്ക് ചെയ്തോണ്ടിരിക്കണ്ട, ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചു, അതുകൊണ്ട് ഇനി നിനക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ലിസൺ. അപ്പോൾ അങ്ങനെ ഡിഫറൻസ് എല്ലാ ഇതിലും. ഇപ്പൊ നമ്മൾ പറയും വെജിറ്റബിൾസ് കഴിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? Always we ask you to add more vegetables in your diet, in your food. ആ ഫുഡിൽ ഷിസ, where are you listening? Turn properly, turn this side and sit properly. ക്യാമറ ഫേസ് ചെയ്തോണ്ടിരിക്കുക. ഇനി വീട്ടിലുള്ള മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പാടില്ല കേട്ടോ മക്കളെ. അനീനും അനീത്തിയും ചേട്ടനും ചേച്ചിയൊക്കെ എല്ലാം നടന്നോട്ടെ. യു നീഡ് നോട്ട് ബോദർ അബൌട്ട് ഇറ്റ്. ഏബൽ ബിനോയ് വാസ് ദാറ്റ് ബിനോയ് സെബാസ്റ്റ്യൻ. ഓക്കെ, ഇപ്പം പിടികിട്ടിയ ആളെ. ഏബൽ ഒന്ന് നേരെ ഇരിക്കുക. ഇത് തലയും കുത്തി ഇരിക്കുന്ന ക്യാമറ നേരെ വെക്കും മോനെ. ഓക്കെ, അങ്ങനെ വെക്കും കേട്ടോ. ശരി. ഷിസയുടെ കുഞ്ഞിപ്പെണ്ണ അവിടെ പണിതോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഷിസ അവളെ ശ്രദ്ധിക്കാതിരുന്നാൽ മതി കേട്ടോ. ഇവിടെ ക്ലാസ് ശ്രദ്ധിച്ചാൽ മതി പോലെ. ഓക്കെ, അവളവിടെ കളിച്ചോട്ടെ. ശരി, നമുക്ക് ഇനി ക്ലാസ്സിലേക്ക് വരാം. വി നീഡ് ഫുഡ് ടു ഗെറ്റ് എനർജി ടു ഡു വർക്ക്. വൈ ഡു വി ഈറ്റ് ഫുഡ്? വൈ ഡു വി ഈറ്റ് ഫുഡ്? വി ഈറ്റ് ഫുഡ് നമുക്ക് വിശപ്പ് തോന്നുന്നതുകൊണ്ടാണോ മാത്രമാണോ നമ്മൾ ഫുഡ് കഴിക്കുന്നേ? അതിനെന്തായാലും തിന്നാ പോരെ? ഫുഡ് തന്നെ വേണമെന്നുണ്ടോ? കുറച്ച് ഇലയോ അല്ലെ കല്ലോ മണ്ണൊക്കെ തിന്നാ പോരെ? പറ്റില്ല അല്ലേ? ഓക്കെ, സോ നമ്മൾ ഫുഡ് കഴിക്കുന്നത് ടു ഗെറ്റ് എനർജി. ഇഫ് യു ഈറ്റ് സം ലീവ്സ് ലൈക്ക് എ കൗ ആൻഡ് ഓൾ, ഓർ ഇഫ് യു ഈറ്റ് സം സാൻഡ് ഓർ സോയിൽ ഓർ സംതിങ് ലൈക്ക് ദാറ്റ് വേ, വിൽ വി ഗെറ്റ് എനർജി? No, we will not get energy. So we eat food to get energy. And why do we get energy? To do work. Muhammad Rihan, ഞാൻ മോനോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, മോനി ക്ലാസിന്റെ സമയത്ത് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കില്ലടാ മുത്തേ. കുഞ്ഞിവിടെ ശ്രദ്ധിക്ക്. അവിടെ ആരെ മോനോട് സംസാരിക്കാൻ വന്നിരിക്കുന്ന ആൾ, അവരോട് പറയും ഞാൻ ക്ലാസ്സിലാണ്, ഡോണ്ട് ഡിസ്റ്റർബ് മീ എന്ന് പറയണം കേട്ടോ. ഇത് ഒരു ക്ലാസ് തുടങ്ങി കഴിയുമ്പോഴാണ് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ളതും കളിക്കാനുള്ളതും സമയം. അതുവരെ വെറുതെ ഇരിക്കും. ഓക്കെ, സോ വി നീഡ് എനർജി ടു ഡു വർക്ക്, ടു മൂവ്, ടു ടോക്ക്. സംസാരിക്കാനൊക്കെ ആണെങ്കിലും നമുക്ക് എനർജി വേണം. ഒന്ന് ഓർത്ത് നോക്കിയാൽ, നമുക്ക് 2 ദിവസം നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്നെന്ന് എന്തെങ്കിലും ചോദിച്ചാൽ എന്തെങ്കിലും മിണ്ടാൻ പോലും കൂടെ നമുക്ക് ശക്തിയുണ്ടോ? ഇല്ല. വളരെ ക്ഷീണിച്ചിട്ടാണ് നമ്മളൊന്ന് അയ്യോ അങ്ങനെ തന്നെ പറയുന്നത് അല്ലേ? ഓക്കെ.
പിന്നെ ഇനി ചിലപ്പോൾ കണ്ണുപോലെ തുറക്കാൻ നമുക്ക് ശരിയല്ല, പനിയൊക്കെ പിടിച്ചു എന്ന് വിചാരിക്കാം. ഇഫ് യു ഹാവ് ഫീവർ ആൻഡ് if you have severe fever and all, if anybody comes and call you, you may be sleeping and you are unable to even open your eyes. അല്ലെ, കണ്ണൊന്ന് തുറക്കാൻ പോലും എന്തൊരു കഷ്ടപ്പാടാ അല്ലേ. ദാറ്റ് മീൻസ് നമുക്ക് അപ്പോൾ എനർജി ഇല്ല എന്നുള്ളത് അർത്ഥം. സോ വി നീഡ് എനർജി ടു ഡു ഓൾ ദ വർക്ക്സ്, മേ ബി playing or doing any household works or in the field like agriculture, farmers, അതൊക്കെ കട്ടിയായിട്ടുള്ള പണികൾ. അതല്ലാതെ ഈവൻ ഞാൻ പറഞ്ഞതുപോലെ സ്പീക്കിംഗ്, ജസ്റ്റ് ടോക്ക്, ദിസ് ഓപ്പണിംഗ് ദ ഐസ്, ലൈക്ക് ദാറ്റ് ചെറിയ ചെറിയ പണികൾ ചെയ്യാൻ പോലും വി നീഡ് എനർജി, ഇസ്ന്റ് ഇറ്റ്? ഓക്കെ, ഈ എനർജി നമുക്ക് ആവശ്യമായിട്ടുള്ള എനർജി എവിടെ നിന്ന് കിട്ടും? ദ ഫുഡ് ദാറ്റ് വി ഈറ്റ്. ഫ്രം ദ ഫുഡ് ദാറ്റ് വി ഈറ്റ്, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നുമാണ് നമുക്ക് ആ എനർജി കിട്ടുന്നത് അല്ലേ. ഓക്കെ, ഈ അതുകൊണ്ട് നമ്മൾ എല്ലാ തരത്തിലുള്ള ഫുഡ് കഴിച്ചാലേ നമുക്ക് എല്ലാ തരത്തിലുള്ള എനർജിയും കിട്ടുള്ളൂ. ഗ്രേസ് എന്താ അവിടെ കണ്ണൊക്കെ മിഴിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്ന മോളെ? ഹൂ ഈസ് ദേർ ഫോർ യു ടു ടോക്ക്? ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നവർക്ക് ഡിസ്റ്റർബ് ചെയ്യുന്നവരെല്ലാം ഓടിച്ചു കിട്ടോ, അതിനൊരു തല്ല് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ പറയുന്നത്, ഇഫ് എനിബഡി ഈസ് ഡിസ്റ്റർബിങ് യു വൈൽ യു ആർ ഇൻ ദ ക്ലാസ്, ഗിവ് ദ നൈസ് ബീറ്റ്. ലെറ്റ് ദം സിറ്റ് നിയർ യു ബട്ട് ഡോണ്ട് ഡിസ്റ്റർബ്. ഓക്കെ, ആരടുത്തിരുന്നാലും അവരോട് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, ആരിരുന്നാലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ അവരോട് സംസാരിച്ചിരിക്കുകയോ പിന്നെ കളിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വഴക്ക് എൻ്റെ എന്നാണ് കിട്ടുന്നത്. അപ്പൊ ആ വഴക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് തിരിച്ചു കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, so to remain healthy, why do we need food? We need food to get energy to do the work and to grow and stay healthy and strong. See, now you people are growing people, isn't it? You are children and you are at the age of growing സ്റ്റേജിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത്. ആ ഗ്രോയിങ് സ്റ്റേജിലുള്ള കുഞ്ഞുങ്ങൾക്ക് നല്ലപോലെ ഫുഡ് കിട്ടണം അല്ലേ. ഇപ്പൊ നിങ്ങളെ പോലെയല്ല, മമ്മിയും പപ്പയുടെ ഒക്കെ വളർച്ചയൊക്കെ കഴിഞ്ഞു. മീൻസ് ഒരു 18-19 ഇയേഴ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബോഡിയുടെ ഗ്രോത്ത് നിന്നു. അതായത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസ്, നമ്മുടെ ഓർഗൻസ് ഒക്കെ വളരുന്ന ഒരു ടൈമാണ് അപ് ടു 19-20 ഇയേഴ്സ് വരെ, 18-19 വരെ നമ്മുടെ ഓർഗൻസ് എല്ലാം വളരുന്ന ഒരു ടൈമാണ്. ഓക്കെ, അപ്പോൾ അത് ആ സമയത്ത് വളരും. നമുക്കറിയാം, ന്യൂ ബോൺ ബേബീസ് ഫിംഗർ ഈസ് ദിസ് മച്ച് only. I think you might have seen newborn babies' fingers and all. You like to touch their legs and all, isn't it? നിങ്ങളുടെയൊക്കെ വീട്ടിൽ ആന്റിയുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ബ്രദറോ സിസ്റ്ററോ അല്ലെങ്കിൽ കസിൻ ബ്രദേഴ്സ് ആൻഡ് ഓൾ നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞു ബേബീസിന്റെ ഒക്കെ കാലയിലൊക്കെ പിടിക്കാൻ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? ദാറ്റ് ഈസ് ദിസ് മച്ച് only. ലെഗ് ഈസ് ദിസ് മച്ച് ഉണ്ടാവും, ദിസ് മച്ച് only, ഇത്രയേ ഉണ്ടാവുള്ളൂ അല്ലേ. ചെറിയ കാലൊക്കെ ആയിരിക്കും കുഞ്ഞുങ്ങൾക്ക് അല്ലേ. ഓക്കെ, അപ്പോൾ അത്രയും ചെറിയതൊക്കെ പിന്നെ ഒരു 2 വയസ്സാകുമ്പോൾ അത്രയും ഉണ്ടാവുള്ളോ? ഇല്ല. ഗ്രാജുവലി ദാറ്റ് ബേബി വിൽ ഗ്രോ. നെയ്ജൽ ഓക്കെ, അപ്പൊ പതിയെ വളരും. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ ബേബി ആയിരുന്ന സമയത്ത് ഫോട്ടോസ് ഒക്കെ കാണും വീട്ടില്. മേ ബി ഇൻ യുവർ പേരൻസ് മൊബൈൽ ഓർ അതർവൈസ് ഓൺ ദി ഫോട്ടോസ്. വേറെ നിങ്ങളുടെ വീട്ടിലെ ആൽബത്തിലൊക്കെ ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ടാവും അല്ലെ, ബേബീസ് ആയിരുന്ന സമയത്ത്. ഇവിടെ ഞാൻ പലരുടെയും കണ്ടിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെയൊക്കെ മൊബൈലില്, അതായത് ഇപ്പൊ നിങ്ങളുടെ വാട്സപ്പ് DP ആയിട്ട് കിടക്കുക. നിങ്ങളുടെ പേരൻസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ സ്കൂൾ ഗ്രൂപ്പ്, ക്ലാസ് ഗ്രൂപ്പ്സ് ആൻഡ് ഓൾ. അതിൽ പലരുടെയും കണ്ടിട്ടുണ്ട്, നിങ്ങൾ ബേബി ആയിരുന്ന സമയത്തുള്ള ഫോട്ടോയാണ് അവര് പ്രൊഫൈൽ പിക്ചറോ DP ആയിട്ട് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ പലപ്പോഴും പേര് സേവ് ചെയ്യാത്തതൊക്കെ മനസ്സിലാക്കുന്നത് കുഞ്ഞുങ്ങളുടെ ഒക്കെ ഫോട്ടോ കണ്ടിട്ടാണ് ഇന്ന കുട്ടിയുടെ പേരന്റാണ് ഇതെന്ന് മനസ്സിലാക്കുന്നത്. സർ, ചെറിയ കുട്ടികളായിരിക്കും, ചിലപ്പോൾ ഒട്ടും സാമ്യം കാണിയല്ലേ, ഇപ്പൊ കുറെ ഡിഫറൻസ് വന്നിട്ടുണ്ടാകും. ബട്ട് നിങ്ങൾക്ക് ഏതാ ഇഷ്ടം? ഇപ്പത്തെ ആണോ ആ ബേബി ആയിരിക്കുന്ന ഫോട്ടോ ആണോ? വിച്ച് വൺ യു ലൈക്ക്? ദ ഗ്രോൺ അപ്പ് ചൈൽഡ്സ് ഫോട്ടോ ഓർ ബേബീസ് ഫോട്ടോ? ദ ഫോട്ടോ ഓഫ് യു വെൻ യു ആർ baby photo, isn't it? See how much difference is there. പക്ഷെ ഒരു ക്യൂട്ട്നെസ് ആണ് അല്ലേ. Everyone's baby is very cute. If I think you like to have a puppy or kitten at home or chick at home or calf, kid. ഇതൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെന്ന് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? ഡു യു പ്ലേ വിത്ത് ഇറ്റ്? എത്ര ക്യൂട്ടാണല്ലേ ഒരു പപ്പി അല്ലെങ്കിൽ ഒരു കിറ്റൻ, ഒരു കിഡ്, ഒരു കാഫിന്റെ ഒക്കെ. വി ലൈക്ക് ഇറ്റ്. But as it grow, we don't like it, isn't it?
അത് വലുതായി കഴിഞ്ഞപ്പോൾ നമുക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. പട്ടീനെയൊക്കെയാണ് പിന്നെ നമ്മൾ എടുത്തോണ്ട് നടക്കാൻ ഇഷ്ടമാണോ? No, we don't like it. When it is a puppy, we like to take it or we like to have as a pet. അല്ലേ? അപ്പൊ ലൈക്ക് ദ സെയിം വേ അത് എന്തുകൊണ്ടാണ് പിന്നെ നമുക്ക് അതായത് വളർന്നു കഴിയുമ്പോൾ അതിന്റെ ഒരു ഇത് പോകും. അപ്പൊ ഈ നന്നായിട്ട് വളരുന്നതിനും ടു ബി ഹെൽത്തി ആയിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. We must have wholesome food. That is food which is good for us. Food has some special substance in it called nutrients. ഇനി ഫുഡില് പോഷകം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പോഷകാഹാരം, ന്യൂട്രിയൻസ് മീൻസ് പോഷകങ്ങൾ, അതായത് നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം ഈ ഫുഡിൽ നിന്നാണ് കിട്ടുന്നത്. ഓരോ ഞാൻ ആസ് ഐ ഹാവ് മെൻഷൻഡ് earlier, the vitamins or proteins that help us to have good eyesight or for the growth of our bones or strongness of our bones, muscles and all, or to get more blood, like that. ഓരോന്നിനും സഹായിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ടാകും. കാലുവേദന, കൊച്ചിന്റെ കാലിന് ഭയങ്കര വിറ്റാമിന്റെ കുറവ് കൊണ്ടാണ്. അല്ലെ നിങ്ങളുടെ മുഖത്തൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം, വേറെ പിള്ളേരുടെ അന്വേഷിച്ചുകൊണ്ട. ആഗ്മേയ പ്ലീസ് സിറ്റ് പ്രോപ്പർലി, പുട്ട് ഡൗൺ യുവർ ലെഗ്സ്. കാല് താത്തി വെച്ചിട്ടിരിക്കുക. ഇത് വീഡിയോ ആണ്, റെക്കോർഡിംഗ് ആയി പോകുന്നതാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ക്ലാസ് ഇരിക്കുന്ന പോലെ തന്നെ വേണം, നിങ്ങൾ ഈ സ്കൂളിൽ വന്നിട്ട് ഇരിക്കുന്ന പോലെ തന്നെ വേണം നമ്മളുടെ ഈ ക്ലാസ്സിൽ ഇരിക്കാൻ. അല്ലാതെ ഓരോരോ കോസ്റ്റ്യൂം കാണിച്ച് കാലും പൊക്കി വെച്ച് കൈയും പൊക്കി വെച്ച് കട്ടിലെ കിടന്നു അല്ല ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. യു ആർ നോട്ട് LKG സ്റ്റുഡന്റ്. ആ കുഞ്ഞുങ്ങൾക്കാണ് അറിയില്ല എന്ന് വിചാരിക്കുക. നിങ്ങളൊക്കെ എത്രയിലെത്തി? You are studying in 5th standard. So you have to have some manners and all. Okay. So food has some special substance in it called nutrients. Our body needs these nutrients to grow and stay healthy. The nutrients are proteins, carbohydrates, fats, vitamins, minerals, refuge and water. So ഈ ന്യൂട്രിയൻസ്, പോഷകങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഫുഡിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പ്രോട്ടീൻസ്, carbohydrates, fats, vitamins, minerals, refuge and water. Adul, please read what are nutrients. You read from there. No need to unmute. അവിടുന്ന് വായിച്ചോ, അൺമ്യൂട്ട് ചെയ്യണ്ട, വായിച്ചോ. Okay, you read it out. Read loudly. The nutrients are need food to. No. What are nutrients? Which are nutrients? First paragraph, last sentence. First paragraph, page. Which page have you taken? Lesson number 5, page 182. First paragraph, last sentence. എന്റെ അതിലെ ഒന്ന് വായിക്കും മോനെ, എത്ര സമയം കളയുന്നത്. എടാ നീ കാണുന്നില്ലേ? പേജ് നമ്പർ 182, ഫസ്റ്റ് പാരഗ്രാഫ്. അതിന്റെ കണ്ണെവിടെയാ മോനെ? ടെക്സ്റ്റ് ബുക്ക് കാണുന്നില്ലേ കുഞ്ഞ്? അതിന്റെ ലാസ്റ്റ് സെന്റൻസ് വായിച്ചേ, ഒന്നാമത്തെ പാരഗ്രാഫിന്റെ ലാസ്റ്റ് സെന്റൻസ്. ഏഞ്ചൽ നോ നീഡ്, ലെറ്റ് ഹിം റീഡ്. അവൻ തന്നെ വായിച്ചു പഠിക്കട്ടെ. അങ്ങനെ പിള്ളേർ ഒഴിവാക്കി വിട്ട് കഴിഞ്ഞാൽ ശരിയാവുമോ? ഈ വീട് മൊത്തം അങ്ങനെ ഇരുന്ന് സമയം തീർത്താലും വേണ്ടിയല്ല, വായിച്ചു പഠിക്കട്ടെ. അതുപോലെ അടുത്ത ആരോ അല്ലേ? അമ്മയുണ്ടോ അവിടെ? പിന്നെ ആരോ അല്ലേ? 5ാം ക്ലാസ്സിലെത്തിയ ഒരു കുഞ്ഞിന് ഇത്ര പറഞ്ഞ മനസ്സിലാവുന്നില്ലേ മോനെ? ആ പാരഗ്രാഫിന്റെ ലാസ്റ്റ് സെന്റൻസ് നിന്റെ കണ്ണ് കാണുന്നില്ല വായിക്കാന്? The nutrients are, ബാക്കി വായിച്ചേ. Nutrients and water. ലാസ്റ്റ് ലൈൻ വായിക്കാനല്ല പറഞ്ഞു, ലാസ്റ്റ് സെന്റൻസ് വായിക്കാനാ മോനോട് പറഞ്ഞത്. Call your mummy. Amma.
Okay. So proteins, carbohydrates, fats, vitamins, minerals, refuge, and water are our nutrients. These nutrients we get from different kinds of foods. ഒരു ഫുഡിൽ നിന്നല്ല ഇതെല്ലാം നമുക്ക് കിട്ടുന്നത്, പല തരത്തിലുള്ള ഫുഡിൽ നിന്നാണ് കിട്ടുന്നത്. ദാറ്റ്സ് വാട്ട് വി ആർ ടെല്ലിങ് ടു ഹാവ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫുഡ്. വി ഹാവ് ടു ആഡ് സം ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഐറ്റംസ് ഇൻ അവർ ഡയറ്റ്. നമ്മുടെ ഡയറ്റിൽ, നമ്മുടെ ഭക്ഷണത്തിൽ എല്ലാത്തരം ഭക്ഷണം ഉൾക്കൊള്ളിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ചിക്കൻ മാത്രം തിന്നാൽ പോരാ, അല്ലെ ഫിഷ് മാത്രം തിന്നാൽ പോരാ, വെജിറ്റബിൾസും തിന്നണം. വെജിറ്റബിൾസിൽ ഒരു വെജിറ്റബിൾസോ അല്ലെങ്കിൽ 2 വെജിറ്റബിൾസ് മാത്രം തിന്നാൽ പോരാ എന്ന് നമ്മളൊക്കെ പറയാറുണ്ട് അല്ലേ? യു ഡോണ്ട് ലൈക്ക് ടു ഈറ്റ് അറ്റ് ഓൾ വെജിറ്റബിൾസ്, യു ലൈക്ക് ടു ഈറ്റ് ഓൺലി ഫിഷ് ആൻഡ് ചിക്കൻ. ബീഫ് ഓൾസോ യു ഡോണ്ട് ലൈക്ക്, ഐ തിങ്ക് സം ഓഫ് യു ഡോണ്ട് ഈറ്റ്. എനിവേ, നോ പ്രോബ്ലം. ചിക്കൻ മാത്രം കഴിച്ചാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വിറ്റമിനും കിട്ടില്ല. ചിക്കനിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻസ്, വിറ്റമിൻസ് എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. സോ നമുക്ക് ഇതെല്ലാം കിട്ടുന്നത് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് വെജിറ്റബിൾസിൽ നിന്നും കൂടിയാണ്. അപ്പൊ നമ്മള് ഒരു തരം വെജിറ്റബിൾസ് മാത്രം കഴിച്ചാൽ നമുക്ക് എല്ലാം കിട്ടത്തില്ല. If you like to eat beans, or if you like to eat brinjal, if you are eating only 2 types of these vegetables, we won't get all proteins or minerals or carbohydrates, fats. So we have to eat all kinds of food. എല്ലാ തരത്തിലുള്ള ഫുഡ് നമ്മുടെ ചിത്രത്തിൽ നോക്കിയേ. ഫിഷ്, എഗ്, milk and milk products, ghee, butter, like that way. Milk products, then meat, then vegetables, cabbage, leafy vegetables, എല്ലാ തരം leafy vegetables. നിങ്ങൾക്ക് അങ്ങനത്തെ leafy vegetables ഒക്കെ ഇഷ്ടമാണോ? ലൈക്ക് സ്പിനാച്ച് ആൻഡ് ഓൾ, ചീരയൊക്കെ പോലെയുള്ള വെജിറ്റബിൾസ് ഇഷ്ടമാണോ? ഓക്കെ, യു ഹാവ് ടു ആഡ് ഇറ്റ് ഇൻ യുവർ ഫുഡ്. എല്ലാ ദിവസവും തിന്നണം എന്നല്ല, ബട്ട് നമ്മൾ എത്രത്തോളം കൂടുതൽ കഴിക്കുന്നത് ദാറ്റ് മച്ച് ഈസ് ബെറ്റർ ഫോർ അസ്, അത്രയും നമുക്ക് ബെറ്റർ ആണ്. വി ഹാവ് ടു ആഡ് ഓൾ ദിസ്. ഓക്കെ, ഹെൽത്ത്. വി ആർ ഇൻ ഗുഡ് ഹെൽത്ത് ഇഫ് അവർ ബോഡി ആൻഡ് മൈൻഡ് ആർ ഹെൽത്തി. For good health, we need wholesome food, enough exercise and rest, fresh air to breathe, clean water to drink, and a clean place to live. So it is very important to be healthy. If we eat good food only to be healthy, we can to be healthy. Then how we will be healthy? What are the factors that decide to be healthy? നമ്മൾ ഹെൽത്തി ആയിരിക്കണം. ആരോഗ്യമുള്ള ശരീരവും മനസ്സും ഉണ്ടെങ്കിലാണ് നമ്മൾ ഹെൽത്തി, ആരോഗ്യവാൻ അല്ലെങ്കിൽ ഹെൽത്തി പേഴ്സൺ ആണെന്ന് പറയുന്നത്. അപ്പൊ ഇഫ് യു ആർ സോ ഫാറ്റി, ക്യാൻ വി ടെൽ ദാറ്റ് യു ആർ ഹെൽത്തി? No, it doesn't mean that you are healthy. Or if you are so thin, lean, can we tell that you are fatty? Sorry, can we tell that if we are healthy? No, we cannot tell like that way, because നമ്മൾ ഒരു ഓവർ ഫാറ്റി ആയതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ തീരെ മെലിഞ്ഞിരിക്കുന്നതുകൊണ്ടോ നമ്മൾ ഹെൽത്തി ആണെന്നോ ഹെൽത്തി അല്ലെന്നോ പറയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ ബോഡിയുടെ എല്ലാ പാർട്സുകളും, if it functions properly, we can tell that we are healthy. So to be healthy, we need a wholesome food. Wholesome food എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ പോഷകാംശങ്ങളും അടങ്ങിയിരിക്കുന്ന ഫുഡുകൾ. മീൻസ് അങ്ങനെ ഒരു ഫുഡ് ഇല്ല, ഒരു ഫുഡിൽ തന്നെ എല്ലാം കൂടെ അടങ്ങിയിട്ടില്ല. അതുകൊണ്ട് വി ഹാവ് ടു ഈറ്റ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫുഡ്. നെക്സ്റ്റ്, ഇനഫ് എക്സസൈസ് ആൻഡ് റെസ്റ്റ്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദാറ്റ്? ഇനഫ് എക്സസൈസ് ആൻഡ് റെസ്റ്റ് മീൻസ് simply to be healthy, we eat nicely all vegetables, milk, then what, fish, egg, meat, all these things we include. But after eating, simply sitting, that's all. Will we be healthy? Will we healthy? No, we will not be healthy. നമുക്ക് ആവശ്യത്തിന് എക്സസൈസ് വേണം. എങ്ങനെയാണ് ഈ എക്സസൈസ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എങ്ങനെയായിരിക്കും എക്സസൈസിലൂടെ നമ്മൾ ഹെൽത്തി ആയിരിക്കുന്നത്? ഇങ്ങനെ കയ്യും കാലും പൊക്കുന്നതിലൂടെ മാത്രമാണ് എക്സസൈസ് ആവുന്നത്? അതൊരു എക്സസൈസ് തന്നെയാണ്. ഓക്കെ, നമ്മൾ അസംബ്ലിയിലൊക്കെ ചെയ്യാറുണ്ട് അല്ലെ? പി ടിയുടെ സമയത്തൊക്കെ നമ്മളിങ്ങനെ കാലും കൈയൊക്കെ പൊക്കി 1 2 3 ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യാറുണ്ട്. അതൊരു എക്സസൈസ് തന്നെ. അത് മാത്രം മതിയോ? അല്ല, ഇവിടെ എക്സസൈസ് എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് നമ്മുടെ ബോഡിയുടെ മൂവ്മെന്റ്സ് ആണ്. ബോഡി മൂവ്മെന്റ്സ്. ഇപ്പൊ നിങ്ങൾ കാലും കൈയൊക്കെ പൊക്കിയിട്ട് ചെയ്യുന്ന എക്സസൈസും ദാറ്റ് ഈസ് ഓൾസോ എക്സസൈസ്. പക്ഷെ ഇതിപ്പോ നമ്മൾ എല്ലാവരും നിങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ചെയ്യുന്നുണ്ടോ? No, you people are maybe doing in the school, but will your parents do it at home? എത്ര പേരുടെ പാരന്റ്സ് വീട്ടിൽ ഇരുന്ന് ഈ എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്?
ചോദിച്ചോ നിങ്ങളുടെ ഫാദറിനോടോ മദറിനോടോ. ആർ ദേ ഡൂയിങ് അറ്റ് ഹോം? നോ, ദേ ആർ നോട്ട് ഡൂയിങ്. ബട്ട് ദേ ആർ ഡൂയിങ് എക്സസൈസ്. വാട്ട് ടൈപ്പ് ഓഫ് എക്സസൈസ്? എന്ത് സൈസ് എക്സസൈസ് അവർ ചെയ്യുന്നേ? ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട് അവരല്ലേ. നിങ്ങൾക്കറിയാം, ഫ്രം മോർണിംഗ് ഓൺവേഴ്സ് യുവർ മമ്മി ഈസ് വർക്കിംഗ് അറ്റ് ഹോം, കുക്കിംഗ് ഫുഡ്, വാഷിംഗ് ക്ലോത്ത്സ്, doing this, that and all like that. So many works she is doing, and same way father also is doing. അവര് പറമ്പിലൊക്കെ പണിയെടുക്കുന്നവരായിരിക്കും, ഓഫീസിൽ പോകുന്നവരായിരിക്കും അല്ലെ. അങ്ങനെ ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് കുറെ ദൂരം അവരിങ്ങനെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാകും അല്ലെ. അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ്, അതൊക്കെയാണ് എക്സസൈസ് എന്ന് വെച്ചാൽ. അതെല്ലാം എക്സസൈസിൽ പെടും. അല്ലാതെ 1 2 3 4 നമ്മൾ കൈയും കാലും പൊക്കുന്നത് മാത്രമല്ല എക്സസൈസിൽ പെടുന്നത്. ഓക്കെ. പിന്നെ യു പീപ്പിൾ, ചിൽഡ്രൻ, ഹൗ യു ഡു അതർ എക്സസൈസ്? യു പ്ലേ എ ലോട്ട്. നിങ്ങൾ ഒരുപാട് കളിക്കാറില്ലേ? അപ്പൊ ഈ കളിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ദാറ്റ് ഈസ് എ ഗുഡ് എക്സസൈസ് ഫോർ യുവർ ബോഡി. ക്രിക്കറ്റ് കളിക്കാറുണ്ട്, ഫുട്ബോൾ കളിക്കാറുണ്ട്, പിന്നെന്താ ഓടി കളിക്കാറുണ്ട്, സാറ്റ് കളിക്കാർക്കില്ലേ, പിന്നെന്താ കണ്ടുപിടിക്കുന്ന എന്തൊക്കെയോ ഗെയിമുകൾ കളിക്കാറില്ലേ നിങ്ങള്? അതെല്ലാം നമ്മുടെ ശരീരത്തിന് എക്സസൈസുകളാണ്. ഓക്കെ, യു ഹാവ് ടു ഡു. അതുകൊണ്ടാണ് ഈ കുട്ടികളുടെ ഒരു ടെൻഡൻസിയാണ് ടു പ്ലേ. പക്ഷെ നിങ്ങളുടെ പേരൻസ് ആർ ദേ പ്ലേയിങ് ലൈക്ക് ദാറ്റ് വേ? സാറ്റൊക്കെ കളിക്കാറുണ്ട് പപ്പയും മമ്മിയൊക്കെ ഇരുന്നുണ്ട്? ഇല്ല അല്ലേ. അത് കുട്ടികൾക്കായിട്ടുള്ള ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസി തന്നെ കളിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ഇല്ല. ഇപ്പൊ നമുക്കറിയാം, ഇഫ് യു ഹാവ് സ്മോൾ ചിൽഡ്രൻ അറ്റ് ഹോം ഓർ വെൻ യു വർ സ്മോൾ ചൈൽഡ്, യു വർ പ്ലേയിങ് ഹൈഡ് ആൻഡ് സീക്ക് ആൻഡ് ഓൾ. ചെറിയ ഒളിച്ചുകളിയൊക്കെ ആയിരുന്നു നിങ്ങൾ കളിച്ചോണ്ടിരുന്നത്. അപ്പം ആ എന്താ ഏഞ്ചലേ? അപ്പൊ അങ്ങനെ കളിച്ചോണ്ടിരുന്നിടത്ത് ഇപ്പൊ നിങ്ങൾ അങ്ങനത്തെ കളികളൊന്നും അതൊക്കെ മാറ്റി പിടിക്കാൻ തുടങ്ങി. ബോയ്സ് ഒക്കെ ഇപ്പൊ എന്താ കളിക്കുന്നേ? ബോൾ കളിക്കാൻ തുടങ്ങി. ആദിത്യൻ സുനിൽകുമാർ, വാട്ട് യു പ്ലേ? അവന് എനിക്ക് തോന്നുന്നു ഒരു എക്സസൈസും ഇല്ലാതെ, അവന്റെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു അവൻ ഇതുവരെ കളിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ആദിത്യൻ പറഞ്ഞോ. അൺമ്യൂട്ട് ചെയ്തേ മോനെ. പറഞ്ഞോ. റൺ ആൻഡ് പ്ലേ. പിന്നെ റൺ ആൻഡ് പ്ലേ. എന്ത് പ്ലേയാ കളിക്കുന്നതെന്ന് ചോദിച്ചേ? കഞ്ഞിയും കറിയും വെച്ച് കളിക്കുവോ? ആദിത്യൻ, can't you hear? ഹൈഡ് ആൻഡ് സീക്ക്. പിന്നെ what else? റണ്ണിംഗ് റേസ്. റണ്ണിംഗ് റേസ്. ഓക്കെ. എനിവേ ഈ പറഞ്ഞ രണ്ടും ഓക്കെ ആദിത്യൻ, ഈ പറഞ്ഞ രണ്ടും ഓടി കളിക്കുന്നതാണ്. പിന്നെ ബോൾ കളിക്കാറുണ്ട്, ക്രിക്കറ്റ് കളിക്കാറുണ്ട്, അങ്ങനെ കളിക്കാറുണ്ട് അല്ലെ. ഗേൾസ് പിന്നെ അത്രത്തോളം ഇതില്ലെങ്കിൽ പോലും അവരെ പറ്റുന്ന രീതിയിൽ അവർ ഓടി കളിക്കും, ഹൈഡ് ആൻഡ് സീക്ക് ഒക്കെ ആയിട്ട് കൂട്ടുകാരെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലേ. ഓക്കെ. പിന്നെ നമുക്കറിയാം, പക്ഷെ ചെറിയ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് അവർ ഒത്തിരി ഓടുന്നില്ല. ഇങ്ങനെ ബോൾ കളിക്കാനും ഓടാനൊന്നും പറ്റത്തില്ല. എവിടെയെങ്കിലും തട്ടിമുട്ടി എപ്പോഴും വീണും പാച്ച് വർക്കായിരിക്കും മൊത്തം. ഇവിടെ ആർക്കായിരുന്നു ഈ ക്ലാസ്സിൽ ആരോ വീണിപ്പം കാണിട്ടായിരുന്നല്ലോ? ഇനി പോയോ അയാള്? സായി കൃഷ്ണ. ഓക്കെ. അപ്പൊ അതുപോലെ നമ്മൾ വീഴും. പക്ഷെ നമ്മളുടെ ഈ പ്രായത്തിൽ വീഴുന്നത് ഒരു പതിവാണ്. തലയും കാലും കൈയും ഒക്കെ മുറിയുന്ന ഒരു പതിവാണ്. സാധാരണ സംഭവങ്ങളാണ്. കാരണം ആ ഒരു സ്റ്റേജ് ഒക്കെ കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ വളർന്നു വരുള്ളൂ. ഇനി ചില കുട്ടികൾ, എല്ലാ കുട്ടികളും ഇങ്ങനെ ചെയ്യണമെന്നില്ല. അപ്പൊ നമുക്കറിയാം, ടൗണിലൊക്കെ വളരുന്ന പല നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, വലിയ ടൗണിൽ നിന്നൊക്കെ വന്ന ഫാറ്റി ആയിട്ടുള്ള കുട്ടികളെയൊക്കെ. ഹൗ ഡു ദേ ബിക്കം ലൈക്ക് ദാറ്റ് വേ? അവരെങ്ങനെ ആകുന്നതെന്ന് അറിയാമോ? ബിക്കോസ് ദേ ഡു നോട്ട് ഹാവ് എനി എക്സസൈസ്. They will eat food, they will sit in their flats, or they have no playgrounds and all. They maybe and they have no way to do much exercise and all. So they will sit with a computer or mobile phones, and they will have play games like that way, and automatically their body will become fatty. But what happens? They are not healthy. Avaru healthy alla. Angane fatty ആയി കഴിഞ്ഞാൽ അവര് healthy alla. Okay. Next, enough exercise and rest. Not only this exercise, we need rest also. നമുക്ക് റെസ്റ്റും ആവശ്യമാണ്. ഇപ്പൊ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് എക്സസൈസ് മാത്രം നമുക്ക് പോരാ. പകരം നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ ചെയ്യണം. ഈ കളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നിങ്ങൾ റെസ്റ്റ് എടുത്തില്ലെങ്കിലോ? അതിനു വേണ്ടിയിട്ടാണ് രാത്രി നമ്മൾ ഉറങ്ങുന്നത്. പകലൊക്കെ നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ വി ആർ എൻഗേജ്ഡ് ഇൻ ഡിഫറെന്റ് ആക്ടിവിറ്റീസ്, ആൻഡ് at night we take rest, isn't it? Okay. Then at what time do you go to bed? 9, 10, 12 or 1 o'clock and all? Okay.
5 plus 9. Okay, 4, 9. ചിലവർ 9 o'clock, ചിലവർ 10 o'clock ഉള്ളു. You people have to sleep 8 hours. 12 മണി വരെ മൊബൈൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ 9 മണി വരെ ഉറങ്ങുക എന്നുള്ളതല്ല. ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു റൈസ് എന്നാണ്. അപ്പൊ നമ്മൾ നേരത്തെ കടന്നുറങ്ങണം, നേരത്തെ എണീക്കുകയും ചെയ്യണം. ലാസ്റ്റ് വരെ, അതായത് 12-1 മണി വരെ മമ്മി വടിയായിട്ട് വന്ന് വിളിക്കുന്നോടം വരെ കടന്ന് ഗെയിമും കളിച്ച് ടിവിയും കണ്ടിരുന്ന് വെച്ചിട്ട് പിന്നെ 10 മണി വരെ അമ്മ വെള്ളം കൊണ്ട് തല ഒഴിക്കുന്നോടം വരെ ഉറങ്ങുക എന്നുള്ളതല്ല. 8 hours ഉറങ്ങാൻ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്നല്ല പറഞ്ഞത്. Early to bed and early to, you can sleep at 9 o'clock or 9:15 like that and all, and get up early. മനസ്സിലായോ? Okay. Then fresh air to breathe. നല്ല എയർ വേണം ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ്, ക്ലീൻ വാട്ടർ ടു ഡ്രിങ്ക്. വി ഷുഡ് ഡ്രിങ്ക് ഓൾവേസ് ക്ലീൻ വാട്ടർ ആൻഡ് ക്ലീൻ പ്ലേസ് ടു ലീവ് ഇൻ. ഇതൊക്കെ ഉണ്ടായാലും നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരു നല്ല സ്ഥലമല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സ് ആർ നോട്ട് ക്ലീൻ മീൻസ് വി വോണ്ട് ബി ഹെൽത്തി. നമ്മുടെ സറൗണ്ടിങ്സ് ചുറ്റുമുള്ള ഭാഗങ്ങളൊക്കെ ഈ വേസ്റ്റൊക്കെ കൊണ്ടുവരുന്ന സ്ഥലത്തൊക്കെയാണ് നമ്മൾ താമസിക്കുക. അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ പരിസരമൊക്കെ നമ്മൾ നീറ്റായിട്ട് സൂക്ഷിച്ചിട്ടില്ലെന്നൊരിക്കൽ നമ്മൾ ഹെൽത്തി ആയിരിക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ബിക്കോസ് we will not get clean air from there, isn't it? Surroundings should be clean. So what are the facts that maintain us to be healthy? And Lakshmi Priya, please unmute and please read those things. What are the facts that help us to be healthy? Wholesome food. Fastly, less than 1 minute only. Sound illa. എന്നെ കേൾക്കുന്നില്ല. എനിക്ക് എൻ്റെ ഫോണിൻ്റെ ആണോ നിങ്ങളുടെ ആണോ എനിക്കറിയില്ല മോളെ. ഓക്കെ, ഞാൻ വായിക്കാം. ഹോൾസം ഫുഡ്, ഇനഫ് എക്സസൈസ് ആൻഡ് റെസ്റ്റ്, ഫ്രഷ് എയർ ടു ബ്രീത്ത്, ക്ലീൻ വാട്ടർ ടു ഡ്രിങ്ക്, എ ക്ലീൻ പ്ലേസ് ടു ലിവ് ഇൻ. ദീസ് ആർ ദ ഫാക്ട്സ് ദാറ്റ് help us to be healthy. Okay, നമ്മുടെ ടൈം കഴിഞ്ഞു. Time is up. Bye then.